സുഹൃത്തുക്കളായി ഞാൻ നിങ്ങളുടെ വൈസ്മാൻ റജി. ആസ് യൂഷ്വൽ വീഡിയോ കെയർ ദ ഏജഡ്, പ്രായമുള്ളവരെ കരുതുക എന്നുള്ള. എൻ്റെ കൂടെ ഉള്ളത് ജാക്ക് ബെൻ. ജാക്ക് എങ്ങനെ പരിചയം ചോദിച്ചാൽ വൈസ്മാനിൽ വന്നുള്ള പരിചയമാണ്, പക്ഷെ നല്ല അടുപ്പമാണ്. എന്ത് കാര്യത്തിന് ചോദിച്ചാലും നോ എന്നൊരു വാക്ക് പുള്ളി പറയില്ല, എല്ലാം യെസ് ആണ്. അതുപോലെ നല്ലതായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പം ഇത് ജാക്ക് എന്ന് പറഞ്ഞാൽ ജാക്ക് കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. നിങ്ങൾ സൈറ്റിലൊന്ന് JACK എന്ന് അടിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കിട്ടും. പുള്ളിയുടെ ഓഫീസിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് പുള്ളിയുടെ ഒരു ടിപ്സ് കേൾക്കാൻ വേണ്ടിയാണ് ഈ കെയർ ദ ഏജഡ്. അതായത് പ്രായമുള്ളവർ കരുതുക എന്നുള്ളത്. ജാക്കിൻ്റെ പ്രസ്ഥാനത്തിനെ പറ്റിയും ജാക്കിൻ്റെ സംഗതിയെ പറ്റിയും ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ്. കാര്യം ഞാൻ അൺഒഫീഷ്യലിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഫോർമലി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ജാക്ക് ഇത് കെയർ ദ ഏജഡ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ജാക്കിൻ്റെ വ്യൂസ് പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു റജി, നമ്മുടെ ഓഫീസിൽ വന്നതിന്. ഒരുപാട് കാലമായിട്ട് റജി നമ്മുടെ ഓഫീസിൽ വരണമെന്ന് പറഞ്ഞു, പിടി തരാതിരിക്കുമായിരുന്നു. അപ്പോൾ നല്ല തിരക്കുള്ള ആളാണ് റജി. എങ്കിലും ഇന്ന് നമ്മുടെ ശാസ്ത്രമംഗലത്ത് ട്രിവാൻഡ്രത്താണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു എന്താ പറയുക, സെക്കൻഡ് ജനറേഷൻ ബിസിനസ്സാണ്. ആക്ച്വലി എൻ്റെ ഫാദർ PWD റിട്ടയർഡ് ചീഫ് എഞ്ചിനീയറാണ്. അദ്ദേഹം 68 വയസ്സായി. അപ്പോൾ വൈസ്മെൻ്റെ ഈ ടോപ്പിക്ക് റജി എൻ്റെ അടുത്ത് പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്ന്. റജി എന്ന് പറഞ്ഞാൽ റജി ചായനാണ്, എൻ്റെ സീനിയറാണ്. CET-യിലെ വൻ ആൾക്കാർ പഠിക്കുന്ന കോളേജിൽ ഞാൻ അതിൻ്റെ സെക്കൻഡായിട്ട് TKM നിന്ന് പഠിച്ച ഒരാളാണ്. അപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറാണ്. 2006 പാസ് ഔട്ടായി. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ കെയർ ദ ഏജ്, അതായത് ഞാൻ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, പലപ്പോഴും ഒരാളുടെ ഒരു അസുഖം തുടങ്ങുന്നത് ഒരു വീഴ്ചയിൽ നിന്നാണ്. ആ വീഴ്ചയെന്ന് പറയുന്ന ബാത്റൂമിലോ അങ്ങനെ കാര്യം. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കൾ, കാര്യം നമ്മുടെ നാട്ടിലെ പല അസൗകര്യം കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാണ് നിൽക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് വലിയ വീടുകളൊക്കെ പണിയുന്ന കാണാം. പക്ഷേ ഈ ബാത്റൂം പണ്ട് ചെറുതായിരുന്നത് ഇന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഴുമ്പോൾ പിടിക്കാനൊന്നുമില്ല. അപ്പോൾ എൻ്റെ ടോപ്പിക് പോയിന്റ് നമ്പർ 1, ഗ്രാം ബാർ എന്നൊരു സാധനമുണ്ട്. 500 രൂപയേ ഉള്ളൂ. ഓൺലൈനിൽ കിട്ടും, അടുത്തുള്ള സാനിറ്ററി കടകളിൽ കിട്ടും. ഈ ക്ലോസറ്റ് എന്നൊക്കെ എണീക്കുമ്പോൾ പിടിച്ചെണീക്കാനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ കൊടുക്കണം. വളരെ ഒരു അനുഗ്രഹം. മസിൽ ഇത് പോകുന്നു. അതെ, നമ്മളും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. പിടിച്ചിരിക്കുക ആ വീഴ്ചയിൽ നിന്നാണ് പലതും തുടങ്ങുന്നത്. അതുപോലെ തന്നെ ബാത്റൂം വലുതായി ഇറ്റാലിയൻ മാർബിൾ ബാത്റൂമിൽ കയറി തുടങ്ങി, അപ്പോൾ ചറുക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മളെ ഫ്ലോർ മാറ്റ്സുകൾ കാര്യങ്ങളുള്ള ടൈപ്പ് ഉണ്ട്. പിന്നെ ഈ സ്റ്റെയർ കയറുന്നത് പല വീടുകളും പൊക്കത്തിലൊക്കെ ഇരിക്കുമ്പോൾ പിടിച്ച് കയറാൻ മുട്ടിൽ വേദനയുണ്ട്. ഒരു സൈഡ് ഒരു അതെ, അത് ഹാൻഡ് റെയിൽസ് ഹൈറ്റ് കുറവായിരിക്കും. ഇപ്പോൾ എൻ്റെ ഫാദർ തന്നെ ഈ ഇടയ്ക്ക് പറഞ്ഞു, അദ്ദേഹത്തിന് പിടിച്ച് കയറാൻ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ വെൽഡറെ വെച്ച് പൊക്കി കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പല കസ്റ്റമേഴ്സിനും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കമേഴ്ഷ്യൽ ആംഗിൾ നോക്കിയിട്ടല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം എൻ്റെ മേഖല കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട്, സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ടും ആ രീതിയിൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ മക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ആവശ്യമുണ്ടെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മളോ ആരെങ്കിലും വിളിച്ചാൽ മതി. കാര്യം അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. കാര്യം ഒരു വീഴ്ചയിൽ നിന്നാണ് നമ്മളെല്ലാം തുടക്കം. അതുകൊണ്ട് വീഴാതെ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ റജിക്ക് വെരി ഗുഡ്. ഇത് ജാക്ക് പറഞ്ഞ ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്തേക്കാം. അതായത് നമ്മൾ ബേസിക്കലി ഇത് ഓരോ വ്യക്തികളും, ഇപ്പം മെഡിക്കൽ സ്റ്റോർ അല്ലെങ്കിൽ ട്രാവൽ, എല്ലാവരും ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പം ഇതിനകത്ത് പറഞ്ഞാൽ വളരെ ആപ്റ്റാണ്. അത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വരെ, നമ്മുടെ ഫിസിക്കൽ മെഡിസിൻ ഹെഡ് ട്രിവാൻഡ്രത്ത്, പുള്ളി സാക്ക് എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടാണ്, പുള്ളി പറഞ്ഞാണ് ഇത് നമ്മൾ വെക്കണം ഇങ്ങനത്തെ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പിന് പകരം ഒരു ഗ്രേഡിയൻ്റ് പോലെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇതിനെപ്പറ്റി വളരെ നല്ലതായിട്ട് പറഞ്ഞു. ഇത് നമ്മൾ പ്രാവർത്തികമാക്കുക. എന്തായാലും ഇത്രയും സമയം ജാക്ക്, ഞാൻ തിരക്കുള്ള മനുഷ്യനാണ്, എനിക്കൊരു തിരക്കുമില്ല, ഒരു പണിയില്ലാത്ത മനുഷ്യനാണ്. ജാക്ക് അത്രയും പറഞ്ഞതിന് ജാക്കിന് വളരെ നന്ദി. ഈ സ്ഥാപനം ഇനിയും നല്ലതായിട്ട് വളരട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. 40, 60, 100 മേനിയായി. സൈനിങ് ഓഫ്, റജി. ഓക്കെ, താങ്ക് യു.